നമ്മളെല്ലാവരും തന്നെ നമ്മുടെ ജീവിതം വെച്ച് ധാരാളം സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. വിജയിക്കണം, ലൈഫിൽ അച്ചീവ് ചെയ്യണം, സക്സസ് ആവണം ഒക്കെ ഉണ്ട്. പക്ഷേ പ്രവർത്തിക്കാൻ നമ്മളെ കൊണ്ടാവില്ല. സ്വപ്നം കാണുകയും അതിനു വേണ്ടി പ്രയത്നിക്കുകയും കൂടി ചെയ്താൽ മാത്രമാണ് ജീവിതത്തിൽ സക്സസിൻ്റെ മധുരം നുണയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. എങ്ങനെയെന്നല്ലേ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ഗോൾ സെറ്റ് ചെയ്യുക, വിഷൻ ബോർഡ് തയ്യാറാക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക, പ്രയത്നിക്കുക, അതിനുശേഷം കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങുക. മിക്കപ്പോഴും പലർക്കും സംഭവിക്കാത്ത ഒരു കാര്യമാണ് കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധിക്കില്ല. എന്തുകൊണ്ടെന്നറിയോ, നമുക്ക് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും അബദ്ധങ്ങൾ കാണിക്കുമോ, അറിവില്ലായ്മ പ്രവർത്തിക്കുമോ, അല്ലെങ്കിൽ നമ്മൾക്കത് ആ ഒരു സോൺ നമുക്ക് സെക്യൂർ ആണോ എന്നൊക്കെയുള്ള ഒരു ധാരണകളാണ്. ഇതെല്ലാം മാറ്റിവെച്ച് സെക്യൂർ അല്ലാത്തൊരു സോണിലേക്ക് നിങ്ങൾ ഇറങ്ങും. കംഫർട്ട് സോൺ പൊട്ടിച്ചെറിയൂ, അതിനുശേഷം പ്രയത്നിക്കൂ. നിങ്ങളുടെ സ്വപ്നത്തോടൊപ്പം നിങ്ങൾക്ക് സഞ്ചരിക്കാനാവും, നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനാവും. എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ പ്രാക്ടിക്കലായിട്ടുള്ള ലൈഫും പ്രൊഫഷണൽ ലൈഫും നമ്മുടെ പേഴ്സണൽ ലൈഫും എല്ലാം കഴിഞ്ഞ് കിട്ടുന്ന ഒരു എൻഡ് റിസൾട്ടുണ്ട്. ഒരു 24 hours എന്ന് പറയുന്ന ദിവസത്തിൽ ആ എൻഡ് ഓഫ് ദ ഡേ കിട്ടുന്ന റിസൾട്ട്, അതായിരിക്കണം നമ്മുടെ സക്സസ്, അതായിരിക്കണം നമ്മുടെ ഫ്രീ സോൺ എന്ന് പറയേണ്ടത്. അവിടെ നമുക്ക് കംഫർട്ട് സോണല്ല, ഫ്രീ സോണാണ് ആവശ്യം. അവിടെ നമുക്ക് സ്വപ്നം കാണാം, നമ്മുടെ ജീവിതം വിജയിക്കുന്നതിൻ്റെ സ്വപ്നം. ആ സ്വപ്നത്തെ സാക്ഷാത്കരിക്കുന്നതിൻ്റെ ആത്മവിശ്വാസത്തിലൂടെ മുന്നോട്ട് പോകും. നിങ്ങൾക്ക് പറയാൻ ഒരുപാടുണ്ടോ? ആരും കേൾക്കാനില്ല? ഞാനുണ്ടോ നിങ്ങളെ കേൾക്കാൻ? മൈൻഡ് മാസ്റ്ററിംഗ് കൗൺസിലിംഗ് സെൻറ്റർ നിങ്ങളെ കേൾക്കാനും നിങ്ങളുടെ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോളിൽ എങ്ങനെ അച്ചീവ് ചെയ്യണമെന്നുള്ള മാർഗനിർദ്ദേശം നൽകാൻ മാത്രമേ എനിക്കാവൂ. അതിലേക്ക് കൈപിടിച്ച് നടത്താൻ എനിക്കാവില്ല. ലഭിക്കുന്ന നിർദ്ദേശങ്ങളിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാം, ജീവിതത്തിൽ വിജയം കൈവരിക്കാം. ദ ആർട്ട് ഓഫ് മൈൻഡ് മാസ്റ്ററിംഗ്.